ഹലോ ഫ്രണ്ട്സ്, ജോബ് ബോഗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്ന് വന്നിരിക്കുന്നത് ഏകദേശം 9ഓളം കമ്പനികളിൽ പുതിയ ഒഴിവുകളും അതുപോലെ ഇൻ്റർവ്യൂസും വന്നിട്ടുണ്ട്. ആ ഒരു ജോബ് വേക്കൻസി നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്നൊക്കെയായി കമ്പനി അയച്ച ഒഴിവുകളാണ്. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഡയറക്റ്റ് പോയാൽ മതി. അതേപോലെ ഹാരിങ്സ് ആണെങ്കിൽ നിങ്ങൾ CV സെൻ്ററിൻ്റെ മെയിൽ ID കാര്യങ്ങൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് നാം ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചിരും. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്ത് കമാൻഡ് ചെയ്യുക. ഏറ്റവും അധികം വരുന്ന കമാൻഡിൻ്റെ ജോബ് അപ്ഡേഷൻ നാം അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. നാം ഇന്നത്തെ വീഡിയോ തന്നെ ചെയ്തത് കഴിഞ്ഞ വീഡിയോയുടെ കമാൻഡ് അനുസരിച്ചാണ്. തീർച്ചയായും നിങ്ങൾ ആ ഒരു കാര്യം കമാൻഡ് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതേപോലെ നമ്മൾ ഒരുപാട് ജോബ് അപ്ഡേറ്റ്സും ഇൻ്റർവ്യൂസൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നാം പബ്ലിഷ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ള ആളുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ആ ഗ്രൂപ്പിൽ വന്നാൽ അഡ്മിനുമായി കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആൻ ആവശ്യം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എന്താ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് പറയുന്ന ഒരു ജോലിക്കും ഒരു പോലും സർവീസ് ചാർജ് നൽകേണ്ടതില്ല. എല്ലാം കമ്പനി ഡയറക്റ്റ് അയച്ചെന്ന ഹാരിങ്സ് ആണ്. എല്ലാം ഫ്രീ ആൻഡ് ഡയറക്റ്റ് ആണ്. എന്താ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ജോബ് വേക്കൻസികൾ ചെക്ക് ചെയ്ത് നോക്കാം. ദുബായ് എയർപോർട്ടിൽ, അബുദാബി എയർപോർട്ടിൽ DDFലേക്ക് ഒഴിവുകളുണ്ട്. ദുബായ് എയർപോർട്ടിൽ ബാഗേജ് സർവീസ് ഏജൻ്റാണ്. അബുദാബി എയർപോർട്ടിലേക്ക് ലോഡറിൻ്റെ ഒഴിവുകളാണ്. അതേപോലെ തന്നെ DDFലേക്ക് സെയിൽസ്മാൻ ഒഴിവുകളാണ്. ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട രീതി നാം കൃത്യമായി തന്നെ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസികൾ ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് അൽഫാഹിം HQ എന്ന് പറയുന്ന ഡ്രസ്സിൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ്. അവിടേക്ക് അബുദാബിയിലേക്കാണ്. അവിടേക്ക് സ്റ്റോർ മാനേജർ, വിഷ്വൽ മെർച്ചൻഡൈസർ, സെയിൽസ് അസോസിയേറ്റ്, സ്റ്റോക്ക് കീപ്പറിന് ഒഴിവുകളുണ്ട്. ഇതിലേക്ക് കമ്പനി ചോദിക്കുന്നത് നമ്മൾക്ക് ഫാഷൻ റീറ്റെയിൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ CV careers@alfahimhq.com എന്ന മെയിലിലേക്ക് CV സെൻഡ് ചെയ്യുക. CV സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മെയിലിൻ്റെ സബ്ജക്റ്റിൽ കൃത്യമായി തന്നെ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. കമ്പനി ഡയറക്റ്റാണ് ഈ ഒരു ഹാരിങ് കണ്ടക്ട് ചെയ്തിരിക്കുക. ഒരു പോലും സർവീസ് ചാർജില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിൽ ജോലി നോക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അവർക്കൊക്കെയാണ് ഈ ഒരു അവസരങ്ങൾ. അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾക്ക് ലൊക്കേഷൻ അയച്ചിരും. അവിടേക്ക് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ ജോബ് വേക്കൻസി എന്നുള്ളത്. രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്നുള്ളത് പലരും ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്. അൽ ഐൻ ഫാംസിലേക്ക് വാൻ സെയിൽസ്മാൻ ഡ്രൈവറിൻ്റെ ഒഴിവുകളുണ്ട്. ഈ ഒരു ജോലിയുടെ പ്രത്യേകത, എത്രയും പെട്ടെന്ന് മിനിമം ഒരു മാസത്തിനകം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇതിലെ കമ്പനി പറയുന്നത് വാലിഡ് ആയിട്ടുള്ള UAE മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 310 പിക്കപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഡയറി പ്രൊഡക്ട്സിൽ സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ ഔട്ട്ഡോർ സെയിൽസ്മാൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. താല്പര്യമുള്ള ആളുകൾ, ഈ ഒരു എലിജിബിലിറ്റി ഉള്ള ആളുകൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ careers@alfahimfarms.com എന്ന മെയിലിലേക്ക് CV സെൻഡ് ചെയ്യുക. അവിടെ കൊടുത്തിട്ടുണ്ട് ജോബ് ടൈറ്റിൽ ഇൻ ദ ഇമെയിൽ സബ്ജക്റ്റ് ലൈൻ ടു. നിങ്ങൾ ജോബിൻ്റെ ടൈറ്റിൽ നമ്മുടെ മെയിലിൻ്റെ സബ്ജക്റ്റിൽ കൃത്യമായി തന്നെ ആഡ് ചെയ്യണം. ഇന്നത്തെ മൂന്നാമത്തെ ജോബ് വേക്കൻസി UAE പ്രശസ്ത കമ്പനിയായ സ്റ്റോറിയിലേക്കാണ്. അവിടേക്ക് സെയിൽസ് മാനേജർ, സെയിൽസ് അസോസിയേറ്റ്, ടീം ലീഡർ. ഇത് ഷൂസ്, അതുപോലെ തന്നെ ഡ്രസ്സ്, അതേപോലെ കോസ്റ്റ്യൂംസൊക്കെ റൺ ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റാണ് സ്റ്റോറി എന്നുള്ളത്. അവിടേക്കാണ് ഈ ഒരു 3 കാറ്റഗറിയിൽ സെയിൽസ് മാനേജർ, സെയിൽസ് അസോസിയേറ്റ്, ടീം ലീഡേഴ്സിൻ്റെ ഒഴിവുകളുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾ hiring@stories.ae എന്നുള്ള മെയിലിലേക്ക് CV സെൻഡ് ചെയ്യുക. അടുത്ത ജോബ് വേക്കൻസി നാം ഇതുവരെ കാത്തിരുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിങ്ങിൻ്റെ ജോബ് വേക്കൻസിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്നിട്ട് ഈ ഒരു ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുക, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എവിടെ കിട്ടുന്നുള്ള കാര്യം പറഞ്ഞുതരാം. എമിറേറ്റ്സിലേക്ക് ദുബായ് എയർപോർട്ടിലേക്കാണ്. ദുബായ് എയർപോർട്ടിലേക്ക് ഡനാട്ടയാണ് ഹയർ ചെയ്യുന്നത്. ബാഗേജ് സർവീസ് ഏജൻ്റാണ് ആയിരിക്കും. ഇതിലേക്ക് സർവീസ് ചാർജ് എന്നുള്ള കമ്പനി ഡയറക്റ്റാണ് ഈ ഒരു ഹയറിങ് കണ്ടക്ട് ചെയ്തിരിക്കുക. ഇതിൽ കമ്പനി പറയുന്ന സാലറി 4000 മേടിയാണ് സ്റ്റാർട്ടിങ് സാലറി. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. റിലവൻറ്റ് ഫീൽഡിൽ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് ഗൾഫാണെങ്കിൽ പ്ലസ് ആണ്. എന്തായാലും നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ പറയാം. അതിന് മുമ്പ് ഞാൻ എത്തിഹാദ് എയർവേസിന് അതുപോലെ തന്നെ DDFൻ്റെ ജോബ് വേക്കൻസി പറഞ്ഞോട്ടെ. അതേപോലെ അടുത്തൊരു ജോബ് വേക്കൻസി എത്തിഹാദ് എയർവേസിലേക്കാണ്. അവിടേക്ക് ലോഡർ ഡ്രൈവറിൻ്റെ ഒഴിവുകളുള്ളത്. എയർപോർട്ടിൽ വരുന്ന ബാഗ്സൊക്കെ നമ്മൾ ഈ പാസഞ്ചേഴ്സിനെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി ഫ്ലൈറ്റിലേക്ക് ലോഡ് ചെയ്യുന്ന ആ ഒരു വണ്ടിയുടെ ഡ്രൈവേഴ്സാണ്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ഫോം ഫില്ലപ്പ് ചെയ്യണം. മിനിമം 10ാം ക്ലാസ്സാണ് കമ്പനി ചോദിക്കുന്നത്.
സ്റ്റാർട്ടിങ് സാലറി തന്നെ 3500. അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിസയ്ക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ജോബ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നാം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഫോം ഉണ്ട്. ഈ ഫോം നാം ഫില്ലപ്പ് ചെയ്യണം. കൃത്യമായി തന്നെ വളരെ സത്യസമയം തന്നെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുക. ഫോം ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമ്മൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മളൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ടൈമിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇടുകയാണെങ്കിൽ 2 മാസം, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. മിനിമം 30 ഡേയ്സും മാക്സിമം 60 ഡേയ്സ് മാത്രം ഇവിടെ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കമ്പനി ഹയർ ചെയ്യില്ല. ഒരു ഫോമും ഞാൻ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ DDFൻ്റെ ഒരു ജോബ് വേക്കൻസി പറഞ്ഞോട്ടെ. ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ്. അവിടേക്ക് കാരിയർ രജിസ്ട്രേഷനാണ്. ഈ ഒരു കാരിയർ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31-നാണ്. സെയിൽസ് ഫീൽഡിലാണ് കമ്പനി ആൾക്കാരെ നോക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ ഏതൊക്കെ എയർപോർട്ടുണ്ടോ എല്ലാ എയർപോർട്ടിലേക്കും ഹയറിങ്സ് ഉണ്ട്. ദുബായ് എയർപോർട്ടിലേക്ക് മാത്രമല്ല, ഡ്യൂട്ടി ഫ്രീ ഏകദേശം 39 എയർപോർട്ടിൽ സർവീസ് ഉണ്ട്. അപ്പോൾ എല്ലാ എയർപോർട്ടിലേക്കും പോസ്റ്റിംഗ് ഉണ്ടാകും. ഇതിലേക്ക് കമ്പനി ചോദിക്കുന്നത് നല്ല കമ്മ്യൂണിറ്റി സ്കിൽ ഉണ്ടായിരിക്കണം. അതേപോലെ 2 ഷിഫ്റ്റിലും, നൈറ്റ് ഷിഫ്റ്റിലും അതുപോലെ തന്നെ ഡേ ഷിഫ്റ്റിലും വർക്ക് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. കമ്പനിയുടെ യൂണിഫോം ധരിച്ചായിരിക്കണം നാം ഈ ഒരു ജോലിക്ക് പോവേണ്ടത്. ആൾക്കാരും പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാകും, അതൊക്കെ പാലിക്കണം. ഇത്രയൊക്കെ കണ്ടീഷനുള്ള ആളുകൾ, അതേപോലെ മിനിമം SSLC +2 ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസ്യൂമേ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ കൂടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിലോ കരുതണം. അപ്ലൈ ചെയ്യേണ്ട രീതി ഇവിടെ കാണുന്ന അപ്ലൈ ആണ്. അപ്പോൾ ഇതിലേക്കും ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ 3 എമിറേറ്റ്സിൻ്റെ ദുബായ് എയർപോർട്ടിലേക്കുള്ളതും അബുദാബി എയർപോർട്ടിലുള്ളതും അതുപോലെ തന്നെ DDFൻ്റെ 3 കമ്പനിക്കുള്ള ജോബ് വേക്കൻസികളുടെ ആപ്ലിക്കേഷൻ ഫോം എവിടെ കിട്ടുന്ന കാര്യം ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ 3 കമ്പനിക്കുള്ള ജോബ് വേക്കൻസി അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം കിട്ടണമെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലേക്ക് പോവുക. ഗൂഗിളിൽ പോയി www.zdeal.com എന്ന് സെർച്ച് ചെയ്യുക. ZARDIL.com zdeal.com സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾ എത്തുന്ന ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും. ഇവിടെ നമ്മൾക്ക് എല്ലാം കാണാൻ പറ്റും. ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുക. അതേപോലെ എത്തിഹാദ് എയർവേസിൻ്റെ ലോഡറിൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം കാണുന്ന ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് താഴോട്ടെന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതേപോലെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ദുബായ് എയർപോർട്ടിലെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ 3ാമത്തെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയാൽ നമ്മൾക്കിവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ 3 ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഡയറക്റ്റ് ഗൂഗിളിൽ പോയി ഒരു വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. തീർച്ചയായും നല്ല നല്ല കമ്പനികളാണ്. ഇന്ന് പറയപ്പെട്ട ഒരു കമ്പനിയും ഒരുപോലും സർവീസ് ചാർജ് വാങ്ങുന്നില്ല. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. തീർച്ചയായും ദുബായ് എയർപോർട്ട് DDFലൊക്കെ ജോലി നേടാനുള്ളത് പലരുടെ സ്വപ്നമാണ്. നല്ലൊരു അവസരമാണ്. ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ജോലി നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.